ഹായ് കേരറ്റ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് SSCGD നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്നാൽ നമ്മുടെ കേരളത്തിലും ഒത്തിരി കുട്ടികൾ ഇത് മിസ് ചെയ്യാറുണ്ട്. ഇത് മിസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ ആണ് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. 2025 ഡിസംബർ 23 SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റിൽ പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേരറ്റ്സ് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31, 2025 ആണ്. ഈ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബർ 1 അതിനുശേഷം ഇപ്പോൾ തന്നെ 25 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒത്തിരി കുട്ടികളോ നാളെ ഫോം ഫില്ല് ചെയ്യാം എന്നും പറഞ്ഞ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു റിമൈൻഡർ എന്ന രീതിയിലാണ് SSC ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ SSCGD 2025-26 നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് ഒന്നുകൂടി ഞാൻ നിങ്ങളിൽ എത്തിക്കുകയാണ്. വീഡിയോ കാണുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. വീഡിയോ കാണുക. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. കാരണം എല്ലാ കുട്ടികളും അറിയണം SSCGD നോട്ടിഫിക്കേഷൻ വന്നു എന്ന്. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് SSCGD അഥവാ പാരാമിലിറ്ററി. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു റിപ്പീറ്റഡ് വീഡിയോ ആണ്. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാണുക. ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആകും നിങ്ങൾക്ക്. നോക്കൂ കുട്ടികളെ, നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഡിസംബർ 1 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31 ആണ്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ജനുവരി 8 ജനുവരി 10 ഈ ഒരു ഡേറ്റ് എല്ലാവരും ഓർത്ത് വെക്കണം. ആ ഒരു ദിവസം എന്തായാലും നിങ്ങളുടെ പ്രൊഫൈലോ നിങ്ങൾ ഓപ്പൺ ചെയ്തൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കുട്ടികളെ. ആരും സ്കിപ്പ് ചെയ്യരുത് ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്നും തന്നെ. ഈ 2 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഈ ഒരു അപ്ഡേറ്റ് ഔട്ട് ആയത് ഡിസംബർ 23 ഈ ഒരു അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 ഡിസംബർ ആണ്. പിന്നെ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ആർ ഫർദർ ക്വസ്റ്റ്യൻഡ് ദാറ്റ് നോ എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഷാൽ ബി ഗ്രാൻഡഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. അതായത് ഈ ലാസ്റ്റ് ഡേറ്റിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ലോഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതായത് ഹാങ് ആവുന്നതായിരിക്കും, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രാത്രി നിങ്ങൾ 12 മണി വരെ കുത്തിയിരുന്നാലും നടക്കത്തില്ല. ഒത്തിരി കുട്ടികൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യണം. ഈ ഒരു അപ്ഡേറ്റ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും SSC ഔട്ട് ചെയ്ത ഒഫീഷ്യൽ നോട്ടീസ് ആണിത്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം. എല്ലാ കുട്ടികളും അറിയണം 31 ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ്. ഈ ഒരു ചാൻസ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, 2025-26 SSCGD തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അക്കാഡമിയിലെ പ്രീവിയസ് ഇയർ അപ്ഡേറ്റ്സ് ആണ്. 2022-23 ഇത്രയും കുട്ടികൾക്കും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത് റിട്ടേൺ ക്ലാസ്സുകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്, പിന്നെ മെഡിക്കൽ അവയർനെസ്, DV ഹെൽപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എത്താൻ വരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള ക്ലാസ്സുകളും ഹെൽപ്പുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് 2022-23 അപ്ഡേറ്റ്സ് ആണ്. ഇനി നിങ്ങൾക്ക് കാണാം 2023-24 ഇത്രയും കുട്ടികൾക്ക് ഇവിടെ നമ്മൾ ക്ലാസ്സുകളും ഫിസിക്കലും എല്ലാം പ്രൊവൈഡ് ചെയ്തു. ഇത്രയും കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുകയാണ്. എല്ലാവരുടെയും ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. ഇവരുടെ കസം പീരീഡും കഴിഞ്ഞ് എല്ലാ കുട്ടികളും ഇപ്പോൾ യൂണിറ്റിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ബാച്ച് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 2024-25 ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഫിസിക്കലും മെഡിക്കലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയും കുട്ടികൾക്കും ഇവിടെ നിന്നാണ് നമ്മൾ ഫിസിക്കലും ബാക്കി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത്. മനസ്സിലായ കുട്ടികളെ, ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും 2025-26 SSCGD തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, വീക്കിലി 7 days ക്ലാസ്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, 150+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ കോഴ്സ് ഫീസ് 2500 രൂപയാണ്. ഈ ഒരു കോഴ്സ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താണ് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. പിന്നെ അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഹെൽപ്പ്, മെഡിക്കൽ ക്യാമ്പ്, ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ ഫീസ് വരുന്നത് 2500 രൂപയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റഡ് കാര്യത്തിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, വേക്കൻസി ടോട്ടൽ വന്നിരിക്കുന്നത് 25,000+ ആണ്. എത്രയാണ്? 25,000+ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. വേക്കൻസി ഇനിയും കൂടുന്നതായിരിക്കും. ക്ലിയർ? ഇനി നിങ്ങൾ അറിയേണ്ടത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആണ്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് നിങ്ങൾ റിട്ടേൺ എക്സാം ആണ്, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ആണ്, അതിനുശേഷം PST ആണ്, അതിനുശേഷം മെഡിക്കൽ ആണ്, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, ഏജ് ലിമിറ്റ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കും. ഏജ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജനറൽ കാറ്റഗറി പെടുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഇതാണ്. ഇതിനിടയിൽ നിങ്ങളുടെ ഏജ് വരണം, എന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. OBC ആണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ നിങ്ങളുടെ ഏജ് വരണം, എന്നാലേ നിങ്ങൾക്ക്
നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ നിങ്ങളുടെ ഏജ് വരണം, എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏജ് ലിമിറ്റ് മനസ്സിലായാലോ. ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾ അറിയേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് ടോട്ടൽ 100 rupees മാത്രമാണ് ഇതിന് ഫീസ് ആവുന്നത്. ബാക്കി ഒരു ഫീസ് നിങ്ങൾക്ക് വരത്തില്ല. പിന്നെ എല്ലാവർക്കും ഇല്ല, ഈ ഒരു ഫീസ് ആവുന്നത് ഓൺലി ജനറൽ ആൻഡ് OBC കാറ്റഗറിക്ക് മാത്രമാണ് കേട്ടോ കുട്ടികളെ. ആർക്കാണ്? ജനറൽ ആൻഡ് OBC കാറ്റഗറിക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഫീമെയിൽ കേഡറ്റിന് ഫീസ് ഒന്നും വരത്തില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾ അറിയേണ്ടത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് 1 January 2026 മുന്നേ ലഭിച്ചതായിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് കുട്ടികളെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്രൈറ്റീരിയ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റും റെഡിയാക്കിയിരിക്കണം. കേഡറ്റ്സ്, നിങ്ങളുടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 31 December 2025 ആണ്. ഈ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും റെഡിയാക്കിയിരിക്കണം. സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ NCL സർട്ടിഫിക്കറ്റ്, EWS, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം സെൻട്രൽ പർപ്പസിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ 1 April 2025 31 December 2025 ഇടയിലുള്ളതായിരിക്കണം. ബാക്കി NCL ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം 3 വർഷം വരെ പഴക്കമുള്ളതാണെങ്കിലും ഒരു കുഴപ്പമില്ല, ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി. നിങ്ങൾ ഇതുവരെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 31 December 2025 ആണ്. ആൾറെഡി ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്ര വീഡിയോ ആണ് നമ്മൾ ഒരു കണ്ടന്റിന് പുറത്തിറക്കുന്നത് മനസ്സിലായി. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം. SC ആണെങ്കിലും ST ആണെങ്കിലും OBC ആണെങ്കിലും NCL ആണെങ്കിലും പിന്നെ നിങ്ങൾ EWS കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റ് ആണെങ്കിലും. ക്ലിയർ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് കുട്ടികളെ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. C ആണെന്നുണ്ടെങ്കിലും A ആണെന്നുണ്ടെങ്കിലും B ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് 1 January 2026 മുന്നേ ലഭിച്ചതായിരിക്കണം. ക്ലിയർ ആയാലും എന്നാണ് 1 January 2026 മുന്നേ ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ അതിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നിങ്ങൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാവുള്ളൂ. തെറ്റായിട്ട് അങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ അത് കറക്റ്റ് ചെയ്തോണം. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇനിയാണ് നമ്മുടെ എക്സാം പാറ്റേണിന്റെ കാര്യങ്ങൾ. പാർട്ട് എയിൽ വരുന്ന റീസണിംഗ്, ബിയിൽ വരുന്ന GK, സിയിൽ വരുന്ന മാത്സ്, ഡിയിൽ വരുന്ന ഇംഗ്ലീഷ്. ഓരോ സബ്ജക്റ്റിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ്. 60 മിനിറ്റിന്റെയാണ് ടോട്ടൽ എക്സാം വരുന്നത്. ഇനി നമുക്ക് നേറ്റീവ് മാർക്കിംഗ് നോക്കാം. നേറ്റീവ് മാർക്കിംഗ് വരുന്നത് 0.25 ആണ്. 13 റീജിയണൽ ലാംഗ്വേജിലും, അതായത് മലയാളത്തിലും നമുക്ക് എക്സാം എഴുതാം. പിന്നെ പ്ലസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലും നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാ കേഡറ്റിനോടും നിങ്ങൾ ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ നോക്കുക. കാരണം മലയാളത്തിൽ എക്സാം എഴുതുന്ന കൂടുതലും കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ട് അവിടെ മീനിങ് തന്നെ റീഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി കുട്ടികൾക്ക് ഈ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം നിങ്ങൾ എവിടെയാണോ ക്ലാസ്സുകൾ പഠിക്കുന്നത്. അത് ചിലപ്പം സെൽഫായിട്ടാണെങ്കിലും നിങ്ങൾ മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക, ഇംഗ്ലീഷിലെങ്കിൽ ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്ത് പോവുക. അതുകൊണ്ടാണ് ആന ഡിഫൻസ് അക്കാഡമി SSCയുടെ ക്ലാസ്സുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ്. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഹൈറ്റ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ UR OBC SC കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 107 cm ഹൈറ്റ് വേണം. ചെസ്റ്റ് 80 cm ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ST കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 162.5 cm ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 76 cm ഉണ്ടായിരിക്കണം. നിങ്ങൾ ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ UR OBC SC കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 157 cm ഹൈറ്റ് ഉണ്ടായിരിക്കണം. ST ആണെന്നുണ്ടെങ്കിൽ 150 cm ഹൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ പേര് വന്നതിന് ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് ടെസ്റ്റ് വരാൻ പോകുന്നത് PET ആൻഡ് PST ആണ്. ആദ്യം PST ആണ്. ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് വരുന്നത് PET ആണ്, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. 5 km റണ്ണിംഗ് 24 മിനിറ്റ്, ഫീമെയിൽ 1.6 km റണ്ണിംഗ് 8 minutes 30 seconds. ഇതിന്റെ എല്ലാം ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായി? ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ റിട്ടൺ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, ഫിസിക്കലും ചെയ്യണം, മെഡിക്കലും നോക്കണം. സെയിം ടൈം ഡോക്യുമെന്റ് വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ക്ലിയർ? ഡോക്യുമെന്റ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് നോക്കൂ കുട്ടികളെ, പോസ്റ്റ് പ്രിഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കിട്ടും. നിങ്ങൾ CRPF-ലാണോ, BSF-ലാണോ, CASF-ലാണോ, ITBP-ലാണോ, ആസാം റൈഫിൾസിലാണോ, എവിടെയാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അത് വേണം നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ആദ്യം കൊടുക്കേണ്ടത്. BSF ആണെന്നുണ്ടെങ്കിൽ ആദ്യം BSF കൊടുക്കുക. BSF എന്താണ്, CASF എന്താണ്, എല്ലാത്തിനും ഡീറ്റെയിൽഡ് വീഡിയോ, പോസ്റ്റ് പ്രിഫറൻസിന് ഡീറ്റെയിൽഡ് വീഡിയോ, ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, ഫോം ഫില്ല് ചെയ്യുമ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം, 1 time രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോസും നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ബൈ ആന ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ പേരടിച്ചാലും മതി. നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരിക്കും ആദ്യം വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികൾ? അതുകൊണ്ട് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഡ്രീം ജോബ് തന്നെ പോസ്റ്റ് പ്രിഫറൻസിൽ ആദ്യം കൊടുക്കാൻ നോക്കണം. മനസ്സിലായി? പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആദ്യം CSF കൊടുത്തിട്ട് അതിൻ്റെ കട്ട് ഓഫിന് എനിക്ക് മാർക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്ത BSF കൊടുത്ത് കിട്ടുമോ ഇല്ലയോ? കിട്ടും. ആ കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത BSF ആണെങ്കിൽ അത് കിട്ടും. മനസ്സിലായി? സെക്കൻഡ്, നിങ്ങൾ ITBP വെച്ചിട്ടുണ്ട്
വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തേർഡിന്റെ കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തേർഡ് BSF വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ടോപ്പിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ചത് CISF ആണ്, പക്ഷേ നിങ്ങൾ ഫസ്റ്റ് കൊടുത്തത് ITBP ആണ് എങ്കിൽ നിങ്ങൾക്ക് 150 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ITBP കിട്ടത്തുള്ളൂ. കാരണം നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ആദ്യം കൊടുത്ത ഏതാണ്? ITBP ആണ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. ആൾറെഡി ഞാൻ എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. എങ്ങനെ OTR ചെയ്യാം, അതായത് ആദ്യമായിട്ട് ഒരു കുട്ടി തയ്യാറെടുക്കുമ്പോൾ SSCയുടെ സൈറ്റിൽ എങ്ങനെയാണ് OTR ചെയ്യുന്നത്, വീഡിയോ അപ്ലോഡാണ്, പ്ലേലിസ്റ്റിൽ കിട്ടും. എങ്ങനെ സ്വന്തമായിട്ട് ഫോം ഫില്ല് ചെയ്യാം, അതിന് ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികൾ. അപ്പോൾ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്യുക. പിന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കുട്ടികളെ. കാരണം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് റിമൈൻഡർ ആയിട്ട് കൊണ്ടുവരിക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി കുട്ടികൾ മറന്നുപോയി കാണും. കാരണം ലൈഫിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ ചില കുട്ടികൾ സ്കിപ്പ് ചെയ്ത് കാണും. അവർക്കൊക്കെ ചിലപ്പോൾ ബെനിഫിറ്റ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷെയർ ചെയ്യണേ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഷെയർ ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ജോയിൻ ചെയ്യാം. ഇവിടെ കറക്റ്റ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ റെഡിയാക്കി അതായത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആവാൻ ഈവനിങ് ആവും. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്ത് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും, ഇവിടെ നിന്നും കിട്ടും. കുറച്ച് നേരത്തെ അവിടെ നിന്ന് കിട്ടും. ഇവിടെ വരുമ്പോഴോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള നോളജ് കിട്ടും. അതുകൊണ്ട് ജോയിൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമാണ് അന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ചെറിയൊരു ഫാമിലിയാണ്. ഈ ഫാമിലി ഉടനെ തന്നെ ഒരു 10K എത്തിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കുട്ടികളെ നോക്കുക, എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ടെലിഗ്രാം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു. ഒന്ന് ഫോളോ ചെയ്യുക. ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നിടം വരെ എന്തായാലും ഹെൽപ്പ് ആകും. അത് 100% ഉറപ്പ് വരുന്നു. ഫൈനൽ കൂടിയുള്ള 2 നമ്പർ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്. കേരളത്തിൽ ഒരു അക്കാഡമിയും പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇതുകൂടി നിങ്ങൾ സേവ് ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.